അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹില്ലദീ കഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ ഹക്ക് കൊണ്ട് നമ്മെ ഓരോരുത്തരെയും കബൂലാക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാനിൻ്റെ ആദ്യ പത്താകുന്ന മർഹമത്തിൻ്റെ പത്തിലാണ് നാം ഉള്ളത്. ആ 10 അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. കാരുണ്യം അഥവാ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നുള്ളത് കേവലം ഈ 10 ഒതുങ്ങുന്നതല്ല. എന്നാലും റഹ്മത്തിൻ്റെ 10 എന്ന് പ്രതിപാദിക്കുന്ന ഒരു സമയം അള്ളാഹു നിശ്ചയിച്ചത് വിശാലമായി അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവൻ ഈ ഭൂമിയിലേക്ക് ചൊരിയുന്നു എന്ന കാരണം കൊണ്ടാണ്. എന്നിരുന്നാലും റമളാൻ കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതേത് സമയത്താണെങ്കിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്. അവനത് ഈ ഭൂമിയിലേക്ക് ചൊരിയുക തന്നെ ചെയ്യും. അതിന് ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം നമ്മുടെ ശ്വസനം തന്നെയാണ്. നാം ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഒരു ദിവസം 24,000 തവണ ഒരു മനുഷ്യൻ ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ശ്വസനക്രിയ അള്ളാഹു നമ്മുടെ നിയന്ത്രണത്തിൽ തന്നിരുന്നുവെങ്കിൽ ആ ശ്വസനത്തിന് മാത്രമായി തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ആ ശ്വസനക്രിയ അള്ളാഹു അവൻ്റെ നിയന്ത്രണത്തിലാക്കിയത് നമുക്ക് തന്ന വലിയ ഒരു കാരുണ്യമാണ്. അങ്ങനെ എല്ലാവിധ കാരുണ്യങ്ങളും എല്ലാവിധ കാരുണ്യത്തിനും ഉടമയായ അള്ളാഹു കാരുണ്യങ്ങളെ നമുക്ക് വർഷിക്കും എന്നതിന് യാതൊരു സംശയവും ഇല്ല. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. അള്ളാഹു തരുന്ന ഓരോ വിഷയങ്ങളിലും കാരുണ്യമുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. അപ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി നാം മാറുന്നത്. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് പരലോക വിജയം സാധ്യമാകുന്നില്ല. ആ കർമ്മങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണം. അതാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ബുഖാരിയിലുണ്ട്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലൻ യുദ്ഖിൽ അഹദൻ അമലുഹുൽ ജന്നത ഖാലു വലാ അൻത യാ റസൂലല്ലാഹ് ഖാല ലാ വലാ അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മത്തിൻ. ഇത് ബുഖാരിയുടെ ഹദീസാണ്. ഇതിൻ്റെ സാരമെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു, നബിയെ, ഒരാളും അവൻ്റെ അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ല, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാതെ ഒരാൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്പോൾ ആ ജിബ്രീൽ അലൈഹി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, വലാ അൻത യാ റസൂലല്ലാഹ്, നബിയെ, അങ്ങയും അങ്ങനെ തന്നെയാണോ? അവിടെ നിന്നും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണോ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം എനിക്ക് ലഭിച്ചാലല്ലാതെ എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം ഇല്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യം അത് ഏത് രൂപത്തിലാണ് നമുക്ക് കടന്നു വരിക എന്നറിയില്ല. മഹാനായ ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാമല്ലോ, ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ തൻ്റെ വീട്ടിൽ നിന്ന് വളരെ ഒരു വിഷമം ഉണ്ടായ അവസ്ഥയിൽ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നൈൽ നദി, മിസ്റിലെ അതിപ്രധാനപ്പെട്ട നദിയാണ് നൈൽ നദി. ആ നൈൽ നദിയുടെ ഓരത്ത് ചെന്നിരിക്കുന്ന സമയത്ത് അതാ ഒരു തേള് കടന്നു വരുന്നു. ആ തേള് നേരെ ആ ഒരു പുഴയുടെ നൈൽ നദിയുടെ അരികിലേക്ക് ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു തവള ആ ഒരു പുഴയിൽ നിന്ന് കയറി കരയിലേക്കടുക്കുന്നു. ആ കരയിലേക്കടുത്ത തവളയുടെ പുറത്ത് തേള് കയറിയിരുന്നു കൊണ്ട് മറ്റേ കരയിലേക്ക് സഞ്ചരിക്കുന്നത് കണ്ട ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന് വലിയ അത്ഭുതമായി. എന്തിനായിരിക്കും ആ തേളിനെയും വഹിച്ചുകൊണ്ട് ആ തവള മറുകരയിലേക്ക് പോകുന്നത് എന്ന ആശ്ചര്യത്തെ മുൻകൈയെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഒരു തോണിയിൽ അപ്പുറത്തെ കരയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഈ തവളയെ പിന്തുടർന്ന് ബഹുമാനപ്പെട്ട ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു തൊട്ടടുത്തുള്ള കരയിലേക്ക് എത്തിയപ്പോൾ
ആ തവള ആ തേളിനെ അവിടെ ഇറക്കി വിടുകയാണ്. ആ തേള് നേരെ ചെല്ലുന്നത് ഒരു മരച്ചുവട്ടിലേക്കാണ്. ആ മരച്ചുവടിൻ്റെ അവസ്ഥ എന്താണ്? ആ മരച്ചുവട്ടിൽ ഒരു മനുഷ്യൻ വിശ്രമിക്കുകയാണ്. ആ മനുഷ്യനെ ആക്രമിക്കാനായി, കൊത്താനായി അതാ ഒരു സർപ്പം അവിടെ കാത്തു നിൽക്കുന്നു. ഈ സർപ്പത്തിനെ വകവരുത്തുവാൻ അതേ അള്ളാഹു അയച്ചതാണ് ആ തേളിനെ. അങ്ങനെ ഈ മനുഷ്യൻ്റെ ഉറക്കത്തിന് യാതൊരു ശല്യവുമില്ലാത്ത രൂപത്തിൽ ആ തേളും സർപ്പവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയും പരസ്പരം അത് ചത്തു വീഴുകയും ചെയ്യുന്നു. ഈ മനുഷ്യനിതറിയുന്നില്ല. ഈ തേളിനെ അള്ളാഹുവിൻ്റെ കാരുണ്യം മുഖേന അള്ളാഹു അങ്ങ് എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ആ മനുഷ്യന് സർപ്പത്തിൻ്റെ കൊത്തുകൊണ്ട് ആ മനുഷ്യൻ മരിക്കേണ്ട അവസ്ഥയുണ്ടാകുമായിരുന്നു. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ വ്യക്തിക്കും വച്ചിരിക്കുന്ന കാരുണ്യത്തിൻ്റെ അളവെത്രയാണെന്ന് നമുക്കറിയില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഈ സമയങ്ങളിൽ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ മറക്കാതിരിക്കുക. അള്ളാഹു നമ്മോട് കരുണ ചെയ്യണം എങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നാം കരുണയുള്ളവരാകണം. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സഹജീവികളോട് കാരുണ്യമുള്ളവനായാൽ അള്ളാഹു, എല്ലാത്തിൻ്റെയും അധിപനായ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. ഇത് ഇസ്ലാമിൻ്റെ ഒരു വലിയ സത്യമാണ്. നാം ഭൂമിയിൽ നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ സഹജീവികളോട് ചെയ്യുമ്പോഴാണ് അള്ളാഹു നമുക്കതൊക്കെ ചെയ്തു തരിക. നമുക്ക് ഒരു വസ്തു കിട്ടണമെങ്കിൽ നാം മറ്റുള്ളവർക്ക് ചെലവഴിക്കുന്നവനാകണം. നമുക്ക് അള്ളാഹുവിൽ നിന്ന് കാവൽ ലഭിക്കണമെങ്കിൽ നാം മറ്റുള്ളവർക്ക് കാവൽ നിൽക്കുന്നവനാകണം. അള്ളാഹു നമ്മുടെ രഹസ്യം പുറത്തു പറയാതിരിക്കണമെങ്കിൽ മറ്റൊരുത്തൻ്റെ രഹസ്യം നാം പറയുന്നവനാകരുത്. ഇത് ഇസ്ലാമിൻ്റെ ഒരു പൊതുതത്വമാണ്. അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതും കബൂലാക്കുമാറാകട്ടെ, സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നന്മകൾ പകർത്താൻ, നന്മകൾ അറിയാൻ ഈ റമളാൻ കാരണമാക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.